വമ്പൻ ട്വിസ്റ്റ്. ട്രംപിന്റെ പുതിയ നീക്കം. അമേരിക്കയുമായി നേരിട്ട് ഇനിയൊരു ചർച്ചയ്ക്കുമില്ലെന്നും ഹോർമുസിൽ ഡീൽ ഒമാനുമായി നേരിട്ടാണെന്നും ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിലപാടിൽ വൻ മാറ്റവുമായി ഡൊണാൾഡ് ട്രംപ്. ഇറാനെ സൈനികമായി ആക്രമിക്കുന്നതിന് പകരം ഇനി സാമ്പത്തിക യുദ്ധം മുറുക്കാനാണ് ശ്രമിക്കുകയെന്ന് ട്രംപ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇറാനുമായുള്ള ചർച്ച ഞങ്ങൾ ഭാഗികമാക്കി. ഇറാൻ സാമ്പത്തികമായി തകർന്നു. സൈന്യത്തിന് കൊടുക്കാനുള്ള കാശ് പോലും അവരുടെ കയ്യിലില്ല. വിലക്കയറ്റം കത്തിക്കയറിയിട്ടുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാന്റെ കറൻസിയായ റിയാൽ വെറും പാഴ്ക്കടലാസായി മാറിയെന്ന് പിന്നീട് ട്രൂത്ത് സോഷ്യലിൽ ചാർട്ട് സഹിതമിട്ട് ട്രംപ് പരിഹസിച്ചു. 2025 തുടക്കത്തിൽ 10 ലക്ഷം ഇറാനിയൻ റിയാൽ കൊടുത്താൽ $1.11 കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് വെറും 0.53 സെന്റ് ആണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാനിലേക്കും തിരിച്ചും പോകുന്ന കപ്പലുകളെ തടയുന്ന US സൈന്യത്തിന്റെ നടപടി ഇറാനെ തകർത്തു കഴിഞ്ഞു. ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ $75 ആണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലം US ജനങ്ങൾക്ക് കാര്യമായ വലിയ ആഘാതമുണ്ടായിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഇറാനിൽ ഇതിനിടെ വൻ അഴിച്ചുപണി നീക്കം നടത്തി പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്തഫ ഖമനേയി. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ പ്രത്യാക്രമണം കടുപ്പിക്കാനാണ് ഇതുവഴി ഇറാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ ഉന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മുഹമ്മദ് ബാഗർ സോൽഖാദിറിനെ മാറ്റിയ മുസ്തഫ പകരം റവല്യൂഷണറി ഗാർഡിന്റെ മുൻ കമാൻഡർ മൊഹസിൻ റസായിയെ നിയമിച്ചു. മാർച്ചിൽ വ്യോമാക്രമണത്തിൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടപ്പോഴായിരുന്നു സെക്രട്ടറിയായി സോൽഖാദിർ എത്തിയത്. അതേസമയം സോൽഖാദിറിന് തന്റെ രാഷ്ട്രീയ ഉപദേശക സ്ഥാനമാണ് പുതുതായി മുസ്തഫ നൽകിയിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിലേക്ക് ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിന് ഇതിനിടെ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യായീകരിച്ചതും ശ്രദ്ധേയമാണ്. ഈ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് ഇറാനെ അമേരിക്കൻ സൈന്യം ആക്രമിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചടിക്കാൻ ഇറാൻ അവകാശമുണ്ടെന്നും പെസഷ്കിയാൻ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച് ഒമാനുമായി ചർച്ച അന്തിമഘട്ടത്തിലാണെന്നും ഡീൽ പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഹോർമുസ് തുറന്നാൽ അത് യുഎസിന്റെ വിജയമായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് ട്രംപ് എന്ന് സൂചനകളുണ്ട്. മാത്രമല്ല ഇറാനുമേൽ ആണവ ഡീൽ എന്ന സമ്മർദ്ദം ഉയർത്തുന്നതിൽ നിന്ന് ട്രംപ് കടുംപിടുത്തം ഒഴിവാക്കാനുള്ള സാധ്യതയും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും രംഗത്ത് വന്നു. ഡീൽ വഴിയാണെങ്കിലും അല്ലെങ്കിലും ഇറാൻ ഒരിക്കലും ആണവ പദ്ധതി നടപ്പാക്കാൻ ഇസ്രായേൽ സമ്മതിക്കില്ലെന്ന് നെതന്യാഹു പറഞ്ഞു. ട്രംപിന്റെ ഗാസ സമാധാന നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിക്കില്ലെന്ന് നെതന്യാഹു പറഞ്ഞതും ശ്രദ്ധേയമായി. പലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടാകില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.